സെപ്പറേറ്റ്, സൊല്യൂട്യൂഡ്, ഷെയർ. സെപ്പറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെസ്സ് വരിക, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് സ്ട്രെസ്സ് വരിക, ഒരു പക്ഷേ എന്തെങ്കിലും ഒരു സാഹചര്യമാണ്, ഒരു സ്ട്രെസ് സിറ്റുവേഷനാണ്, അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്ട്രെസ്ഡായിട്ട് സിറ്റുവേഷൻ ഉണ്ടാക്കുന്ന ഒരു ടോക്സിക് പേഴ്സൺ ആണോ, ഏതെങ്കിലും ഒരു വ്യക്തി കാരണമാണോ, എന്തുമായിക്കോട്ടെ, ആ വ്യക്തിയാണോ, ആ ഒരു സാഹചര്യമാണോ, ഇങ്ങനൊരു സ്ട്രെസ് ഉണ്ടാവാൻ ചാൻസ് ഉള്ളത് നിങ്ങൾ സെപ്പറേറ്റ് ചെയ്യാനാണ് ആദ്യമേ ശ്രമിക്കുന്നത്. സെപ്പറേറ്റ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ടോക്സിക് സിറ്റുവേഷൻ വന്നാൽ, ഒരു വ്യക്തി വന്നാൽ, അല്ലെങ്കിൽ സിറ്റുവേഷൻ വന്നാൽ അതിൽ നിന്ന് മാക്സിമം ആദ്യം സെപ്പറേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്കത് ടെൻഷൻ തരുന്നതാണ്, അക്യൂട്ട് ടെൻഷൻ തരുന്നതാണെങ്കിൽ ഒന്ന് വിട്ടു നിൽക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ആ ഒരു കാര്യം പറ്റുന്നില്ല, നമ്മൾ ആ ഒരു സാഹചര്യത്തിൽ നിന്നേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ആ വ്യക്തിയുമായിട്ട് ഇടപെട്ടാൽ മാത്രമേ സാധിക്കുള്ളൂ എന്നതാണെങ്കിൽ രണ്ടാമത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സൊല്യൂട്യൂഡ്, അതല്ലെങ്കിൽ സെൽഫ് കൺട്രോൾ എന്ന് പറയും. സെൽഫ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, ആത്മസമീപനം. നമ്മളെ തന്നെ നിയന്ത്രിക്കുക, നമ്മുടെ വാക്ക്, നമ്മുടെ മാനസിക നില തെറ്റിക്കാതിരിക്കാൻ നമ്മൾ തന്നെ നമ്മളെ ഒന്ന് സെൽഫ് കൺട്രോൾ ചെയ്യാൻ, അല്ലെങ്കിൽ ആത്മസമീപനം ചെയ്യുക. അതിന് പല മാർഗങ്ങളുണ്ട്. യോഗ, മെഡിറ്റേഷൻ, പ്രെയർ. അത് എങ്ങനെയാണ് അത് ആ ഒരു ഫോക്കസ് ചെയ്ത് നമ്മൾ ആ സിറ്റുവേഷനിൽ പെട്ടാലും, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മുന്നിലായാലും നമ്മളെ തന്നെ ഫോക്കസ്ഡ് ആക്കി, നമ്മളെ തന്നെ കോൺഫിഡൻ്റ് ആക്കി, സെൽഫ് കോൺഫിഡൻസ് വരുത്തി, അതും അല്ലെങ്കിൽ സെൽഫ് കൺട്രോൾ വരുത്തി നിൽക്കുക. അതാണ് രണ്ടാമത്തെ എസ് എന്ന് പറയുന്നത്. ഇനി അതിനും നമുക്ക് ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ നമ്മൾ അത്രയും ഡെപ്തിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരിക്കലും തന്നെ നിങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ വിഷമം നിറയ്ക്കാതിരിക്കുക, നിങ്ങളിൽ തന്നെ ഒതുക്കാതിരിക്കുക. നിങ്ങൾക്ക് മൂന്നാമത് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക. അതാണ് പ്രധാനമായിട്ടുള്ളത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതായത് ഫസ്റ്റ് ടു എന്ന് പറയുന്നത് എന്താണ്? സെപ്പറേറ്റ് ചെയ്യുക, പിന്നെ അല്ലെങ്കിൽ സെൽഫ് കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ സൊല്യൂട്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തന്നെ ഒന്ന് നിയന്ത്രിക്കുക, ആത്മസമീപനം ചെയ്യുക. മൂന്നാമത് വരുന്നതാണ് എന്ത്? ഷെയർ ചെയ്യുക. ഒന്നും പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അമ്മയോടോ, നിങ്ങളുടെ അച്ഛനോടോ, നിങ്ങളുടെ ഹസ്ബൻഡിനോടോ, നിങ്ങളുടെ വൈഫിനോടോ, അതും അല്ലെങ്കിൽ നിങ്ങളുടെ സിബ്ലിങ്സിനോടോ, നിങ്ങളുടെ ഫ്രണ്ട്സിനോടോ, ആരാണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യുക. ആത്മാർത്ഥമായിട്ട് നിങ്ങൾ മനസ്സിലാക്കും എന്ന് തോന്നുന്നത് നിങ്ങൾ ഷെയർ ചെയ്യുക. ഷെയർ ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രെസ്സിന് ഒരു ശതമാനമെങ്കിലും, അല്ലെങ്കിൽ ഒരു 5% ഒരു കുറവുണ്ടാകും. അവർക്ക് നിങ്ങളെ നേർവഴിയിലോട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡിനെ പോസിറ്റീവ് ആക്കാനുള്ള തീർച്ചയായിട്ടുള്ള ഒരു മെത്തേഡാണ്. ഒരിക്കലും അത് മുന്നിൽ വെക്കാതിരിക്കുക. അങ്ങനെ വരുമ്പോഴാണ് പല സിറ്റുവേഷൻസായിട്ട് സിറ്റുവേഷനായിട്ട് അത് മാറും. അപ്പോൾ ഓർക്കുക, 3S ഫോർ റെഡ്യൂസിങ് സ്ട്രെസ്. താങ്ക് യു.